നമസ്കാരം. ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. 50 വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു സ്വർണ്ണവിലയുടെ വാർത്തയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവില 420 രൂപ. 1975 ഏപ്രിൽ മാസം ബുധനാഴ്ച ഇറങ്ങിയ ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 420 രൂപ സ്വർണത്തിന്. ഈ സമയത്ത് സ്വർണത്തെക്കുറിച്ച് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലെ സ്വർണത്തിനെല്ലാം നല്ല ഡിമാൻഡാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ 24 ക്യാരറ്റ് ഏത് ജ്വല്ലറി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും അവരത് കറക്റ്റായിട്ട് പറയും. പുറത്തുനിന്ന് വന്ന ആ ഒരു സ്വർണത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണങ്ങളിൽ ഇപ്പോഴും തനി തങ്കമല്ല, അതിൽ തങ്കം എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ ആഡ് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. 24 ക്യാരറ്റ് തന്നെ ആണ് കൊടുക്കുന്നതെങ്കിലും അതിൽ ചില വസ്തുക്കൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പുറത്തുനിന്ന് വരുന്ന സ്വർണത്തിന് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതായി വരും. പഴയ കാലങ്ങളിൽ സ്വർണം അരിച്ചെടുക്കുന്നത് ജലം ഉപയോഗിച്ചിട്ടാണ്. മണ്ണരിച്ച് സ്വർണം എടുക്കുന്ന ആ ഒരു പ്രക്രിയയിലൂടെയാണ് സ്വർണം കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ ഹൈലി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ബൾക്കായിട്ടാണ് സ്വർണം മണ്ണിൻ്റെ അടിയിൽ നിന്നും ജലം ഉപയോഗിച്ച് തന്നെ അരിച്ചെടുക്കുന്നത്. പക്ഷേ ഇന്ന് ബൾക്കായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് അന്നും മാനുഷിക കരങ്ങളിലാണ് സ്വർണം പണിയപ്പെട്ടത്. അതായത് കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ അരിച്ചെടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വന്നതോടുകൂടി സ്വർണത്തിൻ്റെ ആ വിലയിലും മാറ്റം വരേണ്ടതായിരുന്നു. കാരണം അന്നത്തെ 420 നിന്നും ഇന്ന് ഏകദേശം അതിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ ആ ഒരു റേറ്റ് തന്നെ വരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും സ്വർണത്തിന് വളരെയധികം വില കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇന്ന് സ്വർണം ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കല്യാണത്തിന് അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വരുമ്പോൾ സ്വർണം കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ എപ്പോഴും തന്നെ നിലനിൽക്കുന്നുണ്ട്. വലിയ വലിയ കല്യാണങ്ങൾക്കൊക്കെ 10, 20, 30, 100 പവനൊക്കെ കൊടുത്ത ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഇന്ന് 100 പവനൊക്കെ മേടിക്കണമെങ്കിൽ വളരെ വലിയ തുക തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആരും ഒഴിവാക്കാറില്ല എങ്കിലും തങ്ങളുടെ മകൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം കൊടുത്തയക്കുക എന്നത് മാതാപിതാക്കളുടെ ഒരു സ്വപ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർണത്തിന് ഇത്രയും വില കയറിയിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു ലോഹങ്ങൾക്കും ഇത്രയും വില കയറിയിട്ടില്ല എങ്കിലും സ്വർണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. വെള്ളി, അതുപോലെ തന്നെ മറ്റ് വജ്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്വർണത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വില. സ്വർണം പണയം വെച്ച് കഴിഞ്ഞാലും പൈസ കിട്ടും. പക്ഷെ മറ്റ് ലോഹങ്ങളൊന്നും പണയം വെച്ചാൽ പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ സ്വർണത്തിന് വില. പക്ഷേ ഇപ്പോഴത്തെ ഈ 420 ഇപ്പോഴത്തെ ആ ഒരു മൂല്യത്തിൻ്റെ സ്വർണത്തിൻ്റെ ആ വിലയും കൂടെ വെച്ച് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഒരു ഡിഫറൻറ്റ് നമുക്ക് കാണാൻ കഴിയും. വിദേശ രാജ്യങ്ങളിൽ, ആഫ്രിക്ക, അതുപോലെ ഗൾഫ് മുതലായ രാജ്യങ്ങളിൽ നിന്നെല്ലാം, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം സ്വർണം കുഴിച്ചെടുക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. മാധ്യമങ്ങളിൽ കൂടെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിനനുസരിച്ചുള്ള വിലയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. സൗദി അറേബ്യയിൽ ഒരു സ്വർണത്തിൻ്റെ മല തന്നെ കണ്ടുപിടിച്ചു എന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്തയുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വരുന്ന സ്വർണത്തിനും വലിയ ഡിമാൻഡ് തന്നെയാണ്. കാരണം കലർപ്പില്ലാത്ത സ്വർണ്ണമാണ് വരുന്നതെന്നാണ് ആളുകളുടെ ആ ഒരു വിചാരം. ഗൾഫിലൊക്കെ ജുവലറികളിൽ പോയി കഴിഞ്ഞാൽ മലയാളികളുടെ തിക്കും തിരക്കുമാണ്. കാരണം ഇപ്പോൾ ഓണം, വിഷു അങ്ങനെയുള്ള സമയത്തൊക്കെ പോയി കഴിഞ്ഞാലും നാട്ടിലേക്ക് വരുന്നവരെല്ലാം തന്നെ വലിയ തോതിൽ സ്വർണ്ണം എടുത്തിട്ടാണ് കടന്നു വരുന്നത്. എയർപോർട്ടിലൊക്കെ സ്വർണം പല രൂപത്തിലും കൊണ്ടുവന്നിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ കുഴമ്പ് രൂപത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. 1 കോടി രൂപ വില മതിക്കുന്ന സ്വർണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ രൂപത്തിൽ പലരും സ്വർണം കൊണ്ടുവന്നിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ടാക്സ് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ടാക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണം കൊണ്ടുവരുന്നതിനും ഇപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ലിമിറ്റ് കൂടുതലുള്ള സ്വർണ്ണം ആളുകൾ കൊണ്ടുവരുമ്പോൾ ടാക്സ് അടച്ചിട്ട് അവർക്ക് കൊണ്ടുപോകാവുന്നതാണ്.
അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണത്തിന് ഇത്രയും വിലയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. എങ്കിലും 50 വർഷം മുമ്പുള്ള ഈ സ്വർണ്ണവില തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വിലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആളുകളെല്ലാം സ്വർണം വാരിക്കൂട്ടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഹോൾസെയിലായിട്ടും അതുപോലെ തന്നെ പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയത് വാങ്ങുന്ന ആ ഒരു പ്രക്രിയയൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷേ പഴയ സ്വർണം എന്ന് പറയുന്നത് നല്ല സ്വർണ്ണമാണ്. കാരണം അതിന് വേറെ കലർപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് കൊടുത്തു വാങ്ങുന്നത് ഒരു മണ്ടത്തരം ആണ് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വർണ്ണക്കടകൾ നമുക്ക് കാണാൻ കഴിയും. വിവിധ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ലാഭമുള്ളൊരു ബിസിനസ് തന്നെയാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. സ്വർണ്ണം ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടകൾ ഒരുപാടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കൊടുവള്ളിയാണ്. കൊടുവള്ളിയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം കൊണ്ടുപോകുന്നതും അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രോസസ്സ് ചെയ്യുന്നതും. പലപ്പോഴും എയർപോർട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് ന്യൂസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ സ്വർണത്തിന് ഇത്രയും ഒരു ഒരു വില വരുവാൻ എന്താണ് കാരണം എന്നറിയില്ല. കാരണം ഒരുപാട് ലോഹങ്ങളും ലോകസങ്കരങ്ങളും എല്ലാം വേറെയുണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടാത്ത ഒരു മൂല്യവും ഒരു വിലയും തന്നെയാണ് സ്വർണം. ആളുകളെല്ലാം നേരത്തെ മേടിച്ച് കൂട്ടി വെക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ആർക്കും മേടിക്കാൻ കഴിയത്തില്ല. അത് വളരെ വലിയ തോതിലുള്ള വില തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി എന്നെങ്കിലും ഇതൊക്കെ കുറഞ്ഞ് ആൾക്കാർക്ക് ഒരുപാട് സ്വർണം വാങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ആളുകൾ പണിയെടുക്കുന്ന കാശ് കൂട്ടി ഇപ്പോൾ മക്കളുടെ കല്യാണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടി വെച്ചിട്ടാണ് അവർ ആ ഒരു സ്വർണത്തിൻ്റെ ആ ഒരു ഇതിലോട്ട് എത്തുന്നത്. എന്നെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മേടിക്കാം എന്ന് തന്നെയാണ് ആളുകളുടെ ഒരു വിചാരം.